بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഓർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 9 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. 10-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഞാനൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫഖുൽതു ഇസ്തഗ്ഫിറൂ ചേർത്ത് പറയാണ് വേണ്ടത്. ഇസ്തഗ്ഫിറൂ ഇവിടെ തുസ്തഗ്ഫിറൂ നമ്മൾ ചേർത്ത് പറയുമ്പോൾ അങ്ങനെ വരും. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ശദ്ദുൽ നൂനിനെ മണിച്ചത് ഇന്നഹു കാന ഗഫാറ. ഐൻ അല്ല ഗൈനാണ്. ഗഫാറ. യുർസിലി സമാഅ അലൈക്കും. സമാ എന്നുള്ളത് ഒരു പദത്തിൽ വരുന്ന മദ്ദാണ്, ദീർഘമായിട്ട് നീട്ടണം, ലോങ് മദ്ദാണ്. സമാഅ അലൈക്കും മിദ്റാർ. 2 മീം ഒരുമിച്ച് വരുന്നു. അതാണ് അലൈക്കും എന്നുള്ള മീമിന് സുക്കൂനൊന്നും ഇടാത്തത്, മറ്റേ മീമിലേക്ക് ചേർത്തി മണിച്ചോതാൻ വേണ്ടിയിട്ടാണ്. അലൈക്കും മി, അങ്ങനെ. മിദ്റാറ. മിദ് ദാലിന് സുക്കൂന് വരുമ്പോൾ ഒന്ന് കട്ടിക്കൂട്ടി വെച്ചിരിക്കുക. മിദ്റാറ. വയുംദിദ്കും ബി അംവാലി. സുക്കൂനുള്ള മീം അഥവാ സാക്കിനായ മീമിന് ശേഷം ബാ ലെറ്റർ വരുമ്പോൾ അതും ചേർത്താണ് ഓതേണ്ടത്. ചേർത്തി നമ്മൾ മറ്റുള്ള ലെറ്ററൊന്നും ചേർത്തി ഓതേണ്ടതില്ല. ബാ ലെറ്റർ വരുമ്പോൾ മാത്രമാണ് ചേർത്തി ഓതുന്നത്. അതുകൊണ്ടാണ് ആ വയുംദിദ്കും എന്നുള്ള മീമിനും എന്തിടാത്തത്, സുക്കൂൻ ഇടാത്തത്. നമ്മൾ ഓതുമ്പോൾ വയുംദിദ്കും ബി അവിടെ ചേർത്തി മണിച്ചോതി പോവാണ് ചെയ്യുക. വയുംദിദ്കും ബി അംവാലി. അംവാലിം വബനി. ലിയും വ എന്നുള്ളത് ചേർത്ത് മണിച്ചോദണം. ഇത് ഖാമും ബിഗുന്നയാണ്. ബി അംവാലിം വബനീന വയജഅൽ ലക്കും. വയജഅൽ ലക്കും എന്നാണ്. 2 ലാമ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒരു ലാമിനെ നമ്മൾ ഉച്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് വയജഅൽ ലക്കും ജന്നാത്തിൻ. ജന്ന ശദ്ദുൽ നൂന് മണിക്കുക. തീവ എന്നുള്ള ചേർത്തി മണിച്ചോദുക. വയജ് ജീമിന് സുക്കൂന് വരുന്നതും ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. അൻഹാറ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അൻഹാറമ്മ എന്ന് ചേർത്തി ഓതുമ്പോഴാണ് ആ മീമിന് നമ്മൾ ഷദ് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അൻഹാറ അവിടെ വഖഫ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നമ്മൾ മാലക്കും എന്നേ പറയേണ്ടതുള്ളൂ. അവിടെ മാലക്കും എന്ന് ഓതാൻ പാടില്ല. ലാ തർജൂന ലില്ലാഹി വഖാറ. ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, വായ നിറച്ചാക്കി. വഖാറ. വഖദ് ഖലഖക്കും അത്വാറ. വഖദ് ദാലിന് സുക്കൂന് ഒന്ന് സ്ട്രെസ് ചെയ്ത് ഓതുക. ഖലഖക്കും അത്വ എന്നുള്ളതും അതേപോലെ തന്നെ ഒന്ന് കട്ടികൂട്ടി ഉച്ചരിക്കുക. ഒന്നുകൂടി ഞാനൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ
ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠഭാഗം നിങ്ങളെ ഓർമ്മയിലുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. മഹാനായ നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അള്ളാഹുവേ, രാവും പകലും ഞാൻ എൻ്റെ കൗമിനെ, എൻ്റെ സമൂഹത്തെ ഞാൻ വിളിച്ചു. പക്ഷേ വിളിച്ചതൊക്കെ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എൻ്റെ ക്ഷണം, എൻ്റെ വിളി അവരെന്നിൽ നിന്ന് വിരണ്ടോടുന്ന അവസ്ഥയാണുള്ളത്. എന്നിലേക്ക് അവർ വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതോടൊപ്പം മാത്രമല്ല, അവർ ഇന്നി കുല്ലമാ ദഅഉതുഹും, ഞാൻ അവരെ ക്ഷണിക്കുമ്പോൾ, വിളിക്കുമ്പോഴൊക്കെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെ, ലിതഗ്ഫിറ ലഹും, അവർക്ക് നീ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുമ്പോഴൊക്കെ, ജഅലു അസ്വാബിഅഹും ഫി ആദാനിഹിം, അവർ അവരുടെ ചെവികളിൽ വിരലുകൾ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വസ്തഗ്ശൗ സിയാബഹും, അതേപോലെ തന്നെ അവരെ മുഖത്ത് അവരെന്താണ്, മുണ്ടിടുകയും അവിടെ മൂടുന്ന അവസ്ഥയുമാണുള്ളത്. മാത്രമല്ല, ഏതൊരു അഹങ്കാരമാണോ ആ അഹങ്കാരത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അസ്വറു വസ്തക്ബറു ഇസ്തിക്ബാറ. അതോടൊപ്പം തന്നെ ഞാൻ അവരെ ഇനി ദഅഉതുഹും ജിഹാറ, ഞാൻ അവരെ വളരെ ഒച്ചത്തിൽ അവരെ വിളിച്ചു. അതേ പരസ്യം ഇനി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, ഞാൻ അവരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒച്ചയത്തിലും എല്ലാ അർത്ഥത്തിലും രാവും പകലും ഒക്കെ ഞാൻ അവരെ വിളിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. പക്ഷെ അവർ എൻ്റെ അടുക്കിലേക്ക് വരാതെ, അവർ ഈ സത്യമാർഗത്തിൽ വരാതെ അവർ ഇവിടുന്ന് ഓടിപ്പോകുന്ന അവസ്ഥയാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു നൂഹ് അലൈഹി സ്വലാം പറയാണ്. മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, ഫഖുൽതു സ്തഗ്ഫിറൂ. ഫഖുൽതു, ഞാൻ പറഞ്ഞു. ഖാല എന്ന് വെച്ചാൽ പറഞ്ഞു, യഖൂലു പറയുന്നു. ഖുൽ, നീ പറയുക. ഖാല ഖാല ഖാലു എന്നുള്ളത് തന്നെ 14 രൂപങ്ങൾ അനുസർഫാക്കുമ്പോൾ അവസാനം നമുക്ക് കിട്ടും ഖുൽതു, ഖുൽന എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു എന്ന് വെച്ചാൽ പാപമോചനം തേടുന്നതിനാണ് പറയാം. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു, ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അതാണ് അള്ളാഹുവിനോട് പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ തേടുന്നതിനാണ് എന്ത് പറയുക, ഇസ്തഗ്ഫറ എന്നുള്ളത്. അതിൻ്റെ മസ്തറാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. നമ്മുടെ പാപമോചനത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നൊക്കെ പറയുന്നില്ല നിസ്കാരത്തിന് ശേഷം. അള്ളാഹു, എനിക്ക് നീ പുറത്തു തരണമേ, അതാണ് ഇസ്തിഗ്ഫാർ. അപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറയാണ്, ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട്, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഇന്നഹു കാന, തീർച്ചയായും അവനായിരിക്കുന്നു, ഗഫാറൻ. ഗഫാർ എന്ന് വെച്ചാൽ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് ഗഫാർ എന്നുള്ളത്. ഗഫൂർ, അതേപോലെ ഗാഫിർ എന്നൊക്കെ ഖുർആനിലുണ്ട് ഇഷ്ടംപോലെ അല്ലേ. ഗഫൂർ, ഇന്നല്ലാഹു ഗഫൂർ റഹീം അല്ലേ. ഗഫൂർ, ഗഫൂർ എന്ന് വെച്ചാൽ പൊറുക്കുന്നവനാണ്. ഗാഫിറും പൊറുക്കുന്നവനാണ്. റഹീം, റഹ്മാൻ എന്ന് പറയുന്നത് പോലെ. പക്ഷെ അതിനേക്കാളേറെ ഭാഷാ പ്രയോഗത്തിൽ അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നതിനാണ് ഗഫാർ എന്ന് ഉപയോഗിക്കുക. അങ്ങേയറ്റം പൊറുക്കുന്നവൻ. ഇപ്പം നൂഹ് അലൈഹിസ്സലാം അവരോട് പറയാണ്, ഇതാ നിങ്ങൾ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ്? അങ്ങേയറ്റം പൊറുക്കുന്നവനായ ആ റബ്ബിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ എന്താണ്? അത് പരലോകത്ത് ഉള്ള നേട്ടങ്ങൾ മാത്രമല്ല. അതാണ് അതിനുശേഷം പറഞ്ഞത്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ. അർസല യുർസിലു എന്ന് വെച്ചാൽ നിയോഗിച്ചു, അയച്ചു എന്നൊക്കെയാണ്. നമ്മൾ സെൻഡാക്കുന്നതിനൊക്കെ പറയാം എന്താണ്? അർസല എന്നാണ്. അർസല യുർസിലു.
അതിൽ നിന്നാണ് മുർസൽ എന്നുള്ള പദമൊക്കെ വരുന്നത്. മുർസൽ, മുർസലീങ്ങൾ, നിങ്ങൾ അയക്കപ്പെട്ടവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിലേക്ക് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കപ്പെട്ട ആൾ. ഇതാണ് മുർസൽ എന്ന് പറയുന്നത്. അപ്പോൾ യുർസിൽ സമ, അങ്ങനെ നിങ്ങൾ പാപമോചനം തേടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യുർസിൽ സമ, ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് നൽകും. യുർസിൽ, അവൻ അയക്കപ്പെടും. അസമാ, സമാ എന്ന് വെച്ചാൽ രണ്ടർത്ഥം. നമ്മൾ സാധാരണ ഉപയോഗിക്കൽ, നമ്മൾ മനസ്സിലാക്കിയ സമ എന്നുള്ള ആകാശം എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ സമ എന്ന പദത്തിന് എന്തുണ്ട്? മഴ എന്നുള്ള അർത്ഥമുണ്ട്. സമാഇന് മഴ. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് ആ പ്രയോഗം സമ എന്നുള്ളത്. അതേപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഒക്കെയുള്ള അറബി ഭാഷ പ്രയോഗത്തിൽ, പിന്നെ പദ്യങ്ങളിലും ഒക്കെ അങ്ങനെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സമാ. അപ്പോൾ യുർസിൽ സമ എന്ന് വെച്ചാൽ അവൻ നിയോഗിക്കുക. എന്താണ് അവൻ നിങ്ങൾക്ക് നൽകുക? അസമ, മഴ നിങ്ങൾക്ക് നൽകും. അല്ലാതെ അവിടെ ആകാശം നൽകും എന്നുള്ളതല്ല. അലൈക്കും, നിങ്ങളുടെ മേൽ മഴ അവൻ വർഷിപ്പിക്കും, അവൻ അയച്ചു തരും. അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? മിദ്റാറൻ എന്ന് വെച്ചാൽ സമൃദ്ധമായിട്ട്, തുടർച്ചയായി, അല്ലെങ്കിൽ കസീർ, ധാരാളമായിട്ട് അവൻ നിങ്ങൾക്ക് മഴ അവൻ നൽകും. അതേപോലെ തന്നെ വയുംദിദുക്കും, അവൻ നിങ്ങൾക്ക് നീട്ടിത്തരും. മദ്ദ എന്നുള്ള പദമില്ല, നമ്മളെ മദ്, നീട്ടുക എന്ന് നമ്മൾ പറയില്ല. ഖുർആൻ ഓതുമ്പോൾ ഒക്കെ പറയാറില്ലേ മദ് എന്ന്. മദ്ദ യമദ്ദു വെച്ചാൽ നീട്ടുക എന്നാണ്. അംദദ യുംദിദു. അതേപോലെ ആ പദത്തുനിന്ന് വരുന്നതാണ് യുംദിദുക്കും, നിങ്ങൾക്ക് അവൻ നീട്ടിത്തരും. എന്ത് നീട്ടിത്തരും? ബി അംവാൽ, നീട്ടിത്തരും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ധാരാളമായി, സമൃദ്ധമായി നിങ്ങൾക്ക് നൽകുമെന്നാണ്. എന്താണ് നൽകുന്നത്? ബി അംവാൽ. അംവാൽ എന്ന് വെച്ചാൽ മാല് എന്നുള്ളതിൻ്റെ ജംആണ്, പ്ലൂറലാണ് അംവാൽ എന്നുള്ളത്. സമ്പത്തിനാണ് പറയുക. ധനം, സമ്പത്ത്, സ്വത്തുക്കൾ, അതിനൊക്കെ പറയും മാല്, അംവാൽ എന്നുള്ളത്. അതെന്തുമാവാം. അത് കറൻസി മാത്രമല്ല. അംവാൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സമ്പത്തും, എന്തൊക്കെ സമ്പത്തുണ്ട് ആ സമ്പത്തൊക്കെ അതിൽ പെടും അംവാൽ എന്നുള്ളത്. അതേപോലെ തന്നെ ബനീൻ, അതേപോലെ ബനൂൻ എന്നൊക്കെ പറഞ്ഞ് മക്കൾക്കാണ് പറയുക. ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബനീനും ബനൂനും. ഹദീസിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെയുള്ള പദങ്ങൾ. ബനീന്, ബനൂന്, മക്കൾ എന്നുള്ളത്. അപ്പോൾ അവൻ നിങ്ങൾക്ക് സമ്പത്തും മക്കളെയും അവൻ നിങ്ങൾക്ക് ധാരാളമായി നൽകും. സമ്പത്തും മക്കളെയും നിങ്ങൾക്ക് ധാരാളമായി നൽകും. വയജഅൽ ലക്കും, അതേപോലെ തന്നെ അവൻ ആക്കിത്തരും. ജഅല യജഅലു എന്ന് വെച്ചാൽ ആക്കുക എന്നാണ് അർത്ഥം. യജഅൽ ലക്കും, അവൻ ആക്കിത്തരും. എന്താക്കിത്തരും? ജന്നാത്ത് എന്ന് വെച്ചാൽ സ്വർഗത്തിന് ജന്നാത്ത് സ്വർഗത്തിന് പറയും. ശരിക്ക് ജന്നത്തിന്റെ വാക്കർത്ഥം എന്താണ്? തോട്ടം എന്നുള്ളതാണ്. ഗാർഡൻ എന്നുള്ള അർത്ഥത്തിന് ജന്ന പറയാറ്. അപ്പൊ നിങ്ങൾക്ക് തോട്ടങ്ങൾ അവൻ നൽകും. വയജഅൽ ലക്കും, അതേപോലെ നിങ്ങൾക്ക് ജഅല യജഅലു ആക്കുന്നു, ലക്കും നിങ്ങൾക്ക് എന്തു ആക്കി തരും? അൻഹാർ. നെഹ്ർ, അൻഹാർ എന്ന് വെച്ചാൽ പുഴകൾക്കാണ് പറയാ, റിവർ. അപ്പൊ നിങ്ങൾക്ക് പുഴകളെ അവൻ എന്ത് തരും? അവൻ നിങ്ങൾക്ക് നൽകും. അരുവികൾ, നദികൾ, പുഴകൾ എന്നൊക്കെ പറയും. അപ്പൊ എന്തൊക്കെയാണ്? ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുലേക്ക് പാപമോചനം തേടുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്കുള്ള അതിനുള്ള ബെനിഫിറ്റ്? അത് ഒന്ന്, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപങ്ങൾ പുറത്തു തരിക എന്ന് പറയുമ്പോൾ അതിനേക്കാളേറെ എന്താണ് വലുത് ഭൂമി ലോകത്തുള്ളത്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഏറ്റവും വലിയ അവൻ്റെ എന്താണ് പറയുക, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ പറഞ്ഞ കാര്യത്തിലെ അവൻ്റെ വിശേഷണത്തിൽ അങ്ങേയറ്റം പൊറുക്കുന്നവൻ, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവൻ എന്നുള്ളതാണ്. റഹ്മാൻ, റഹീം, ഗഫൂർ എന്നൊക്കെയുള്ളത് അങ്ങേയറ്റം. അപ്പോൾ ഒരു അള്ളാഹുവിലേക്ക് ഒരാൾ ഖേദിച്ച് മടങ്ങുക,
അത് തെറ്റ് ഒരു മനുഷ്യന് ചെയ്തു പോയാൽ ആ തെറ്റിൽ ഖേദിച്ച് മടങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വല്ലാത്തൊരു ഇഷ്ടമാണ്. വല്ലാത്തൊരു ഇഷ്ടമാണ് അള്ളാഹുവിന്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ പോലെ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് രണ്ടാമത് തെറ്റ് ചെയ്താൽ അയാൾക്ക് എന്തുമാത്രം ദേഷ്യവും വെറുപ്പുണ്ടാവും അല്ലേ? പാപമോചനം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾക്ക് അവൻ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാനാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹ് പുറത്തു തരും. അള്ളാഹ് പുറത്തു തരും എന്ന് പറയുമ്പോൾ പിന്നെ എന്തൊരു സമാധാനമാണ് മനസ്സിലുണ്ടാവേണ്ടത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. അപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം തന്നെ എന്താണ്? അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലായിക്കൊണ്ട് അത് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് വേണ്ടി. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകമായ ദുനിയാവിലും ആഖിറത്തിലും അതിനുള്ള ഗുണമുണ്ട് എന്നുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ ഈമാനുള്ള ഒരു മുഖ്ലിസായി ഒരു തഖ്വയുള്ള ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ, ഇഖ്ലാസുള്ള മനുഷ്യനായി ജീവിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് രണ്ട് ലോകത്താണ്. ഈ ദുനിയാവിലും ആഖിറത്തിലും രണ്ട് ലോകത്തിലും. ഒരാൾ നന്മ നിറഞ്ഞ ജീവിതം എന്ന് വെച്ചാൽ ദുനിയാവിൽ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല. അയാൾക്ക് സമാധാനവും ശാന്തിയും ആണ് ഉണ്ടാവുക. ദുനിയാവിലും ആ ഒരു സമാധാന ശാന്തി കിട്ടും. പരലോകത്ത് അതിനേക്കാളേറെ ഒരു മനസ്സിന് വിഭാവനം ചെയ്യാൻ പറ്റാത്ത അത്രയും സുഖ സൗകര്യവും സന്തോഷവും ആനന്ദവും ലഭിക്കും. ഇനി ഒരാൾ ദുനിയാവിൽ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിലോ അയാൾക്ക് ദുനിയാവിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. മാനസികമായിട്ട് അയാൾ ഒരിക്കലും ഫ്രീ ആവില്ല. മാനസികമായിട്ട് എപ്പോഴും ഇപ്പോൾ നമ്മളെ അടുത്തൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ യാത്രയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ അത് ക്ലിയർ എല്ലാം തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികമായ പ്രശ്നം ഉണ്ടല്ലോ, പടച്ചോനെ ഇപ്പം കാണുമോ അല്ലെ അറിയുമോ പിടിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മളെ മനസ്സിനെ ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും. എപ്പോഴാണിത് വെളിച്ചത്താവുക, എപ്പോഴാണിത് പ്രശ്നമാവുക? ചിലപ്പം പലതരത്തിലുള്ള ചീറ്റിങ്ങിലൂടെ ആയിരിക്കും അയാൾ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പം മനസ്സിന് സമാധാനം കിട്ടാത്ത അവസ്ഥയാണ് വരിക. പക്ഷെ ദുനിയാവിലും ആഖിറത്തിലും സമാധാനം സന്തോഷം കിട്ടുന്ന അവസ്ഥയാണ് ദീനീപരമായി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം അതിൽ അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറയുന്നുണ്ട്, യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. വസ്തഗ്ഫിറൂ, അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100-ൽ കൂടുതൽ തവണ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, 100-ൽ കൂടുതൽ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാറുണ്ടായിരുന്നു. നമ്മളൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരും? ഒരു പാവവും ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ സൂറത്തുൽ ആൽ ഇംറാനിൽ കാണാൻ സാധിക്കും, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ആത്മാക്കളോട്, ചില ആളുകൾ ദാ ഫഅലു ഫാഹിഷതൻ, അവർ തിന്മകൾ മ്ലേച്ഛകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് അല്ലെങ്കിൽ സ്വന്തം നഫ്സിനോട്, അവലമു അൻഫുസഹും, സ്വന്തം നഫ്സിനോട് അവരെന്തെങ്കിലും അക്രമങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹിനെ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും. ദക്കറുല്ലാഹ്, ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ദുനൂബിഹിം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നിട്ട് അള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാണോ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? സുബ്ഹാനല്ലാഹ്, അത് മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും നൽകുന്നൊരു വാക്കാണ്. റബ്ബ് പറയാം നമ്മളോട്, റബ്ബല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് ആരുണ്ടോ പാപങ്ങൾ പുറത്തു തരാൻ? അപ്പോൾ അള്ളാഹു അത്രയും നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും, അവൻ നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും.
മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുപാട് സുഖങ്ങൾ അവൻ നൽകും. എന്താണ്? യുർസിലു സമാ അലൈക്കും മിദർ, ആകാശത്ത് അവൻ കണക്കില്ലാതെ സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, മഴയ്ക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഈ ആയത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമം ഉണ്ടായ സമയത്ത് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടണം എന്നുള്ളതല്ല പ്രാർത്ഥനയിൽ വന്നിരുന്നത്, മറിച്ച് അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തുകയായിരുന്നു. പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ധാരാളമായി മഗ്ഫിറത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എന്താണ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി എന്നിട്ട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണ്? ആ സമയത്ത് അദ്ദേഹം ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. മഹാന്മാരായ പല പണ്ഡിതന്മാരും, ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മക്കളില്ലാത്ത പ്രയാസം പറഞ്ഞ ആളോടും, ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പ്രയാസം പറഞ്ഞ ആളോടും, അതേപോലെ തന്നെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ട ആളെക്കുറിച്ച് പരാതി വന്ന് പറഞ്ഞ സമയത്തൊക്കെ എല്ലാറ്റിനും പറഞ്ഞെടുത്തത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അദ്ദേഹം ഈ ആയത്താണ് യുർസിലു സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അള്ളാഹ് പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടേതായ പ്രശ്നങ്ങൾ, നമ്മുടേതായ ജീവിതത്തിലുള്ള എന്ത് തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ടെൻഷൻ എന്താ, ചില ആൾക്കാർ സിനിമ കാണും, ചില ആൾക്കാർ എന്താ ഡ്രഗ്സ് ഉപയോഗിക്കും, ചില ആൾക്കാർ കള്ളു പലതും ഉപയോഗിക്കും. എന്താ? ടെൻഷൻ മാറാൻ വേണ്ടി അള്ളാഹു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ദീനീപരമായി. അത് വല്ലാത്തൊരു ആശ്വാസവും സമാധാനമാണ് കിട്ടുക. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്ത് പോയി. മഹാനായ യൂനുസ് അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ അംബിയയിൽ കാണാൻ സാധിക്കും. വദന്നൂൻ ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്നി കുന്തു മിനൽ, അള്ളാഹു നിനക്ക് പുറത്തേണമെന്നൊന്നും പറയുന്നില്ല. അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹി ഇസ്ലാമിന് ആ ഒരു ദിക്ർ കൊണ്ട് അള്ളാഹുവിനോട് സുബ്ഹാനക, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്, ആ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന കാരണത്തിന് യൂനുസ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നൂഹ് അലൈഹി ഇസ്ലാം മാത്രം സമൂഹത്തോട് പറഞ്ഞില്ല, ആ കാര്യം നമ്മളോട് അള്ളാഹു റസൂല് ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മക്കളെ ലഭിക്കാത്ത ആളുകൾ, മക്കളെ കിട്ടാത്ത ആളുകൾ, സാമ്പത്തികമായ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, അവർക്കും ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ്? അവർക്കും ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതാണ്, അങ്ങനെ ഖേദിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, മക്കളെയും സമ്പത്തിനെയും ഒക്കെ അള്ളാഹ് നൽകും. മാത്രമല്ല, നിങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആളുകൾ കർഷകരായിരുന്നു എന്നുള്ളത്. എന്താ കാരണം? അവർക്ക് ഏറ്റവും ആവശ്യമായുള്ള വിഷയത്തെക്കുറിച്ചാണ് നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് വെള്ളമാണ് വേണ്ടത്, സമ്പത്ത് വേണ്ടത്, മക്കളെ വേണം, അതേപോലെ തന്നെ അവർക്ക് പിന്നെ തോട്ടങ്ങൾ വേണം, അരുവികൾ വേണം. ഇതൊക്കെ അവരോട്, കർഷകരായിരിക്കുന്ന ആൾക്കാരോടാണല്ലോ ഇത്തരം കാര്യങ്ങളോട് പറയാനുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി ഇസ്ലാമിലൂടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവര് ദുനിയാവിന്റെ വിഷയത്തെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ വരട്ടെ. ഇപ്പൊ ചില കാര്യങ്ങൾ, പിന്നെ വിശ്വാസന കാലഘട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മള് സക്കാത്തിന്റെ വിഹിതം, അതായത് സക്കാത്തിന്റെ 8 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 9-ാമത്തെ സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയ നമ്പർ 60 അതെടുത്ത് നോക്കി നിങ്ങൾ കാണാൻ സാധിക്കും. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന് പറഞ്ഞുകൊണ്ട് 8 വിഭാഗം ആളുകൾ. അതിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് മുഅല്ലഫത്ത് ഖുലൂബാണ്, ഹൃദയം കൊണ്ട് ഇണക്കപ്പെട്ട ആളുകൾ. അതാരാണ്? അത് ദീനുമായി, ഇസ്ലാമുമായി, അല്ലെ മുസ്ലിങ്ങളുമായി മാനസികമായ ബന്ധം പുലർത്തുന്ന ആളുകൾ. ചില പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ കുറച്ചാൾ ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായ അത്തരം സഹായങ്ങളും അവർക്ക് നല്ല താല്പര്യവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇസ്ലാമിൻ്റെ. സാമ്പത്തികമായ ചില കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർ ദീനിലേക്ക് വരും. പക്ഷേ പൈസ കൊടുത്ത് ദീനിലാക്കുക എന്നുള്ളതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. മറിച്ച് അവരത് കാരണ
കൊടുത്താൽ ദീനിനെക്കുറിച്ച് ഒന്നുകൂടി അടുത്തറിയാൻ സാധ്യമാവും. അതോടൊപ്പം തന്നെ പിന്നെന്തായിരിക്കും, അവർ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അവർ വളരെ യഖീനുള്ള നല്ല ഉറപ്പുള്ള വിശ്വാസികളായി അവർ മാറുകയും ചെയ്യും. അപ്പം അങ്ങനെ എത്രയോ രൂപത്തിൽ മാറിയതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ട ചില സ്വഹാബികളുടെയൊക്കെ ചരിത്രത്തിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ വിഷയവും പറഞ്ഞു കൊടുക്കുന്ന പരലോകം, അള്ളാഹു പുറത്തു തരും എന്ന് പറയുന്ന ഇന്നഹു കാന ഗഫാറ എന്ന് പറയുന്ന പരലോകമാണ്. അള്ളാഹ് പുറത്തു തന്നാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യത്തിൽ ദുനിയാവിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദുനിയാവിൽ പറഞ്ഞ ഭൗതികമായ ഇത്തരം സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്താണ്, നിങ്ങൾ കൂടുതലായി അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ളത്. ഇപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നമ്മൾ പിന്നെ ദുആകൾ, ഇസ്തിഗ്ഫാർ തന്നെ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകും എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് ലോകത്തും ആവശ്യമായി വരുന്ന ഭൗതികമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് പറയുന്ന പോലെ നമുക്ക് ദുനിയാവിൻ്റെ ജീവിതത്തെ തന്നെയാണ് നമുക്ക് എപ്പോഴും കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉള്ളത്. അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ പക്ഷേ ഏറ്റവും ഹൈറായിട്ടുള്ളതും ബാക്കിയായിട്ട് നിൽക്കുന്നതൊക്കെ പരലോകമാണ്. പക്ഷെ അത് നിങ്ങൾ മറന്നു പോകുന്നു, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ എത്ര വയസ്സാണോ ഉള്ളത് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ആ ജീവിതത്തിൽ നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്താലേ ശരിക്കും എത്ര മണിക്കൂറാണ് നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിച്ചതെന്നുള്ളതും ദുനിയാവിന് വേണ്ടി ജീവിച്ച എത്ര മണിക്കൂറാണെന്നുള്ളതും നമുക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ദുനിയാവിൻ്റെ അപ്പുറത്തേക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ആ അർത്ഥത്തിലേക്ക് ആക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഇത്തരം ഖുർആൻ പഠനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കേവലം ഒരു വയല് കേട്ട് പോവുക എന്നതിനപ്പുറം ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ സ്വാധീനിക്കുക എന്നുള്ളതാണ്. ഓരോ ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന റബ്ബിൻ്റെ വാക്കുകളാണെന്ന ആ മഹത്വം ഉൾക്കൊണ്ട് തന്നെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇത് വളരെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങും. നമ്മൾ ഖുർആൻ കേൾക്കുന്ന സമയത്ത് മറ്റ് പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഖുർആൻ കേൾക്കുന്ന രൂപം തന്നെ ഉണ്ടാവണം. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പലപ്പോഴും ഇതിങ്ങനെ തുറന്നു വെക്കും, ബാക്കി നമ്മൾ മൈക്കും ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ പല പണികൾ എടുക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ മൈക്ക് ഓണാകുന്ന സമയത്താണ് പിന്നെ പലതും അവിടുന്ന് കേൾക്കുകയും കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഖുർആൻ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് വസിയത്തായിട്ട് പറയാനുള്ള ഖുർആൻ തന്നെ അത് കേൾക്കുക, വേറെ പണിയൊന്നും ആ സമയത്ത് ചെയ്യരുത് എന്നുള്ളതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു കൂടുതൽ ഈമാനും ഇഖ്ലാസും തഖ്വയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 23-ാം തീയതി 23rd അതിൽ വൈകുന്നേരം ഈവനിങ് 7:45 ഓൺലൈനിൽ ഒരു അഹ്ലൻ റമദാൻ പ്രോഗ്രാം ഉണ്ട്. എൻ്റെ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് മഖ്സൂദ് സിദ്ദീഖ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം ആളുകളൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യണം. നമ്മൾ കാരണത്താൽ ഏതെങ്കിലും ഒരാൾക്ക് ദീനിൻ്റെ മാർഗത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ കാരണമായി തീർന്നെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ വല്ലാത്ത കിട്ടലായിരിക്കും. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അയാൾ ചെയ്യുന്ന അമലിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹു അയാൾക്ക് കുറയ്ക്കാതെ തന്നെ നമുക്ക് നൽകുമെന്ന് ഒരിക്കലും കള പറയാത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്ന് മനസ്സൊക്കെ റമദാൻ ഒന്ന് വരവേൽക്കാൻ ഒന്ന് ഒരുങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് റമദാൻ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ റമദാനൊക്കെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ആവണം, റമദാൻ എങ്ങനെ നമുക്ക് ഹയാത്താക്കാം, എങ്ങനെ അത് ശരിക്കും നമുക്ക് റിവാർഡ്സ് കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാം, കേവലം ഒരു പട്ടിണി കിടക്കൽ മാത്രമാണോ റമദാൻ എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ വരുന്ന സൺഡേ ഈവനിങ് 7:45 ക്ലാസ്. ഇൻഷാ അല്ലാഹ് ലിങ്ക് നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പുകളിലൂടെ അയച്ചു തരും. അള്ളാഹു പരിശുദ്ധ റമദാനിന് സാക്ഷികളാവാനും നമ്മുടെ എല്ലാ പാവങ്ങളും കഴുകിക്കളയാനുമുള്ള സാഹചര്യം അള്ളാഹു
നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും നമുക്കും ഇനിയുള്ള ശിഷ്ടജീവിതം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാക്കി തീർക്കാൻ അള്ളാഹു അതിനുള്ള ഈമാനും ഇൽമും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.